എല്ലാവർക്കും നമസ്കാരം. ഇതൊരു കേട്ടുകേൾവിയില്ലാത്ത കഥയാണ്. ഇനി ഒരിക്കലും ഇത്തരമൊരു കഥ കേൾക്കാനും സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആയിരത്തി 1957 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം. വടകരയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഗോപാലൻ കരിപ്പൂരും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഡോക്ടർ KB മേനോനും തമ്മിലായിരുന്നു പ്രധാന മത്സരം. CPIയിലെ രാമുണ്ണി നമ്പ്യാരായിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി. ജയപ്രകാശ് നാരായണനുമായി ഉണ്ടായ സൗഹൃദത്തെ തുടർന്ന് അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഉദ്യോഗം രാജിവെച്ച് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടിയ ആളാണ് മേനോൻ. അധികം വൈകാതെ നെഹ്റു അധ്യക്ഷനായിരുന്ന ഓൾ ഇന്ത്യ സിവിൽ ലിബർട്ടീസ് യൂണിയന്റെ ജനറൽ സെക്രട്ടറിയുമായി. അക്കാലം മുതൽ നെഹ്റുവിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന മേനോൻ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നടന്ന കീഴരിയൂർ ബോംബ് കേസിലെ ഒന്നാം പ്രതി എന്ന നിലയിൽ ശിക്ഷ ഏറ്റുവാങ്ങിയ വിപ്ലവകാരി കൂടിയായിരുന്നു. തന്റെ ആദ്യ മന്ത്രിസഭയിൽ അംഗമാകാൻ നെഹ്റു ക്ഷണിച്ചപ്പോൾ നെഹ്റുവിനെ സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് തിരിച്ചു ക്ഷണിച്ച ഉത്തമ സോഷ്യലിസ്റ്റ് കൂടിയായിരുന്നു മേനോൻ. നെഹ്റുവുമായി അത്രയ്ക്ക് വ്യക്തിബന്ധമുണ്ടായിരുന്ന മേനോനാണ് കോൺഗ്രസിനെതിരെ വടകരയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. പ്രചാരണം കൊടുമ്പിരി കൊണ്ടപ്പോൾ KPCC പ്രസിഡന്റ് CK ഗോവിന്ദൻ നായർ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഗോപാലന്റെ പ്രചാരണ യോഗത്തിൽ പ്രസംഗിക്കാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ ക്ഷണിച്ചു. നെഹ്റു ഉടനെ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ അടുത്ത സുഹൃത്തും സഹപ്രവർത്തകനുമായിരുന്ന KB മേനോനാണ് എതിർ സ്ഥാനാർത്ഥി എന്ന് നെഹ്റു അറിഞ്ഞത് പിന്നീടാണ്. അതോടെ നെഹ്റുവിന്റെ മട്ടുമാറി. നെഹ്റു ഗോവിന്ദൻ നായരോട് ചോദിച്ചു, എന്താണ് ഗോവിന്ദൻ നായർ ഈ പറയുന്നത്? മേനോൻ എൻ്റെ അടുത്ത സുഹൃത്താണ് എന്നറിയില്ലേ? ഞാൻ മേനോനെതിരെ പ്രസംഗിക്കില്ല. നെഹ്റു പ്രചാരണത്തിന് വന്നില്ല എന്നു മാത്രമല്ല, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ KB മേനോന് ഒരു കത്ത് കിട്ടി. അതിൽ വിജയ ആശംസകളോടൊപ്പം 5000 രൂപയുടെ ഒരു ചെക്കുമുണ്ടായിരുന്നു. കത്തിൽ നെഹ്റു ഇങ്ങനെ എഴുതി: താങ്കൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതായി അറിഞ്ഞു. പണത്തിനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകുമല്ലോ. ഇത് ഉപയോഗപ്പെടുത്തുക. ഡോക്ടർ മേനോനാകട്ടെ സുഹൃത്തിന്റെ ആ സംഭാവന നന്ദിയോടെ നിരസിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ KB മേനോൻ തന്നെ വിജയിക്കുകയും ചെയ്തു. 18,819 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്നിലാക്കി അദ്ദേഹം ലോക്സഭയിലെത്തി. മറ്റൊരു കഥയുമായി നാളെ വീണ്ടും.